ഹായ് എവരിവൺ, വേദഗണിതം വേദിക് മാത്സിൻ്റെ 43-ാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഈ ഒരു അധ്യായത്തിൽ നമ്മൾ പറയാൻ പോകുന്നത് 16ന്റെ ഡിവിസിബിലിറ്റി റൂളാണ്. നമുക്ക് നേരിട്ട് റൂളിലേക്ക് പോകാം. അപ്പോൾ 16ന്റെ ഡിവിസിബിലിറ്റി റൂള് ചെക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് നമ്മൾ പലതിലും ചെയ്തിട്ടുള്ള ഒരു ഫോർമാറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ 3 ഡിജിറ്റ്, ലാസ്റ്റ് 3 ഡിജിറ്റ് അല്ലെ 4ൻ്റെ ഒക്കെ ചെയ്യുമ്പോൾ ലാസ്റ്റ് 2 ഡിജിറ്റ് അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അതുപോലെ 16ന്റെ ഡിവിസിബിലിറ്റി റൂള് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് ഒരു നമ്പറിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ്, ഞാൻ ഒരു എക്സാമ്പിൾ മാത്രമേ ഇവിടെ എഴുതുന്നുള്ളൂ. അപ്പോൾ ലാസ്റ്റ് 4 ഡിജിറ്റ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 16 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ വലിയ നമ്പർ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 16 ആണെന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ ലാസ്റ്റ് 4 ഡിജിറ്റ് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഫുൾ നമ്പർ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് 4 ഡിജിറ്റ് അതെന്തായാലും നമ്മൾ ചെക്ക് ചെയ്യണം, എന്നാലും മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ലാസ്റ്റ് 4 ഡിജിറ്റ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 16 ആണെങ്കിൽ നമ്പർ ഈസ് ഓൾസോ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 16 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ലാസ്റ്റ് 4 ഡിജിറ്റ്, ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന എക്സാമ്പിൾ 7,89,632 ഇതാണ് നമുക്ക് 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് എന്ന് പറയുന്നത് 9632 ആണ്. ഇപ്പോൾ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം, 16 ചെയ്യണം. അപ്പോൾ ഇത് 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം 16 96 അല്ലേ 6 ടൈംസ് ആണ് അല്ലേ, 16 96 6 ടൈംസ് ആണ്. ഇനി 32 അല്ലെങ്കിൽ 3 0 ടൈംസ് ആണ്, 32 2 ടൈംസ് ആണ്. അതായത് 9632 ഡിവൈഡഡ് ബൈ 16 എന്ന് പറയുന്നത് 602 ആണ്, കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. അതായത് ഈ നമ്പറിന്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 16 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഈ ഒരു ഫുൾ നമ്പർ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 16 ആണെന്ന് പറയാം. ഇപ്പോൾ ഒരു നമ്പർ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 16 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ആ നമ്പറിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് എടുക്കുക, അത് 16 കൊണ്ട് ഡിവൈഡ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ ഹോൾ നമ്പർ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 16 ആണെന്ന് പറയാം. ഒരു എക്സാമ്പിൾ മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ലാസ്റ്റ് 4 ഡിജിറ്റ് നമ്മൾ ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, കംപ്ലീറ്റ് നമ്പർ ഡിവിസിബിൾ ബൈ 16 ആണോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു ട്രിക്കുമായിട്ട് വരാം. ടിൽ ദെൻ